മകളെ പീഡിപ്പിച്ചതിന് ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരത്ത് ചികിത്സയ്ക്കെത്തിയ 14-കാരനെ പീഡിപ്പിച്ച കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അച്ഛൻകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതായി രണ്ടാനമ്മ. കൊല്ലം കടയ്ക്കലിൽ തേങ്ങയിടാൻ വന്നയാൾ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. മലപ്പുറത്തെ സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിലായി. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 14 വർഷം കഠിന തടവും 1,10,10,000 രൂപ പിഴയും ശിക്ഷ. പട്ടാമ്പി ബസ് സ്റ്റേഷനിൽ വെച്ച് 17 വയസ്സുകാരൻ നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ 52-കാരൻ അറസ്റ്റ്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്താണ് അവിടുത്തെ കുട്ടികൾ. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനും സാമൂഹ്യപരമായ ഔന്നത്യം പ്രാപ്തമാക്കുന്നതിനും കുട്ടികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയിലും നിയമസംഹിതയിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ കാലാനുക്രമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് അഥവാ പോക്സോ. 2012 മെയ് മാസം 12-ാം തീയതി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 18 വയസ്സിൽ താഴെയുള്ള ആൺ പെൺ ഭേദമന്യുള്ള കുട്ടികൾക്ക് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമമാണ് പോക്സോ നിയമം. അത് 2012 നവംബർ മാസം 14-ാം തീയതി ആണ് നിലവിൽ വരുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനു മുൻപ് അവരുടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് മതിയായ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും ഇന്ത്യൻ പീനൽ കോഡിലെ 375, 76 അതുപോലെ 377 അടക്കമുള്ള നിയമങ്ങളാണ് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതെങ്കിൽ പോലും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന അവരുടെ അശ്ലീല ചിത്രങ്ങളെടുത്ത് അത് മാസികകളാക്കുകയും അത്തരത്തിൽ അവരുടെ നേക്കഡായിട്ടുള്ള രൂപത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വല്ലാതെ അതിക്രമിച്ചു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു ഉചിതമായ ശിക്ഷാ നടപടികൾ എടുക്കുവാൻ കഴിയാത്ത ആ ഒരു സ്ഥിതിയിലാണ് 2012 ഇത്തരത്തിൽ ഉള്ള കുട്ടികളെ പലപ്പോഴും പല കേസുകളിലും ഇരയാക്കപ്പെടുന്ന കുട്ടികൾക്ക് നീതി ലഭിക്കാതെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വല്ലാതെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരായിട്ടുള്ള ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കപ്പെടുന്നത്. നിയമം നിലവിലുള്ളത് കൊണ്ട് മാത്രം നീതി നടപ്പാകണമെന്നില്ല. ഭാരതത്തിൽ നിയമം നടപ്പിലാവുക എന്നത് ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമാണ് പോക്സോ നിയമം. പരാതിക്കാരോട് സൗഹൃദപരമായി പെരുമാറുകയും നിയമപ്രക്രിയയിലുടനീളം അവർക്ക് ആവശ്യമായ പിന്തുണയും സഹായങ്ങളും ഭരണ സംവിധാനവും നിയമ സംവിധാനവും ഉറപ്പു നൽകുന്നു. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായും അറിയിക്കേണ്ടത് കുട്ടികൾ അവർക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെയായിരിക്കും സ്വാഭാവികമായി അറിയിക്കുക. അതൊരു പക്ഷേ സ്കൂളുകളായിരിക്കാം. പ്രധാനമായും സ്കൂളുകളിൽ കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അത്തരം കൗൺസിൽ ചെയ്യുന്ന ആളുകളോടാവാം, അല്ലെങ്കിൽ സഹപാഠിയോടാവാം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരോടാവാം. അത്തരത്തിൽ ആരെങ്കിലും ഒരു കുട്ടി ഈ തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് അറിഞ്ഞാൽ അതിനുശേഷം അവർക്ക് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സംവിധാനമുണ്ട്. ഇവരെ ഈ വിവരം അറിയുന്ന നിമിഷം തന്നെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യം ചെയ്യപ്പെട്ട വ്യക്തിയെ ശിക്ഷ കൊടുക്കുന്നതിന് പര്യാപ്തമാവുന്ന ഇടപെടലുകൾ നടത്താൻ ദിശ പോലുള്ള ഗവൺമെന്റിന്റെ തന്നെ ഏജൻസികൾ ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം നിലവിലുണ്ട്. അവരെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഉചിതമായ കൗൺസിലിങ്ങും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും കുട്ടികളെ എവിടെയെങ്കിലും താമസിപ്പിച്ച് സംരക്ഷിച്ച് അവർക്ക് വേണ്ട മറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അതെല്ലാം ഈ ദിശ പോലുള്ള സംഘടനകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ തരത്തിലാണ് ഒരു കുറ്റകൃത്യം കുട്ടികളുടെ മേലുണ്ടായാൽ അത് പോലീസിലേക്കും തുടർന്നുള്ള നടപടികളിലേക്കും സാധാരണഗതിയിൽ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ്, ഇങ്ങനെ ഒരു വിവരം ഏതെങ്കിലും അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലോ അറിഞ്ഞാൽ അവർ ഈ കാര്യം വളരെ അടുത്ത സമയം തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അത് ഈ പോക്സോ നിയമത്തിൻ്റെ സെക്ഷൻ 21 ക്ലോസ് 1 പ്രകാരമുള്ള ശിക്ഷയ്ക്ക് അർഹരാണ്. 6 മാസം വരെയുള്ള തടവ് ശിക്ഷ ഈ വിവരം അറിഞ്ഞിട്ട് മറച്ചു വയ്ക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പോക്സോ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ തരത്തിൽ അതിൻ്റെ നടപടികളിലേക്ക് കോടതിയിലേക്ക് പോകുന്നത് വരെയും ഉചിതമായ എല്ലാ സഹായങ്ങളും ദിശ പോലുള്ള സംഘടനകളും അതുപോലെ തന്നെ ഇതിന് CWC അടക്കമുള്ള സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുവാൻ ഇന്ന് നിലവിൽ നമ്മുടെ കേരളത്തിൽ സംവിധാനങ്ങളുണ്ട്.
ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ നീതി ഏറ്റവും സുപ്രധാനമാണ്. പലപ്പോഴും ഈ നിയമം ഉണ്ടായത് തന്നെ പര്യാപ്തമായിട്ടുള്ള ശിക്ഷകൾ അതിന് മുൻപുണ്ടായിരുന്ന നിയമങ്ങളിൽ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് വളരെ കർശനമായ ശിക്ഷാ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. 7 വർഷം മുതൽ വധശിക്ഷ വരെ ഇതിനകത്ത് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും ഗൗരവമായി തന്നെ ഈ കുറ്റകൃത്യത്തെ നിലവിലുള്ള നിയമം കാണുന്നുണ്ട്. ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്ന ഏതൊരു വ്യക്തിയുടെയും ഭയം അവരുടെ സ്വകാര്യതയെയും വ്യക്തി ജീവിതത്തെയും ചുറ്റുപാടുകളെയും പറ്റിയാണ്. അതിനാൽ തന്നെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിന് നിയമ സംവിധാനം നിരവധി വ്യവസ്ഥകൾ നൽകുന്നുണ്ട്. പ്രധാനമായും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികൾ തന്നെ വളരെ വലിയ സൗകര്യങ്ങൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെടുന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. സാധാരണ കോടതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കേസ് ഓപ്പൺ കോടതി നടത്തണമെന്നാണ്. അത് കോടതിയുടെ ചേംബറിനകത്ത് പോയി ഒരു കേസിൽ ബെയിൽ വാങ്ങാനോ ആർഗ്യുമെന്റ് പറയാനോ ഒന്നും കോടതി അനുവദിക്കത്തില്ല. അത് വളരെ പരസ്യമായി തന്നെ ചെയ്യണം എന്നുള്ളതാണ് നിലവിലെ ഉള്ള നിയമം. പക്ഷേ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അതായത് കോടതിയിലുള്ള മറ്റ് അഭിഭാഷകർ, കേസിലെ പ്രതിയുടെയോ വാദിയുടെയോ അഭിഭാഷകരല്ലാതെ മറ്റാരും തന്നെ കോടതിക്കകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് കർശനമായി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലൂടെയാണ് ഇരയാക്കപ്പെടുന്ന ആളുകളുടെ മൊഴി കോടതി ഇത്തരം കേസുകളിൽ രേഖപ്പെടുത്തുന്നത്. ഇത്തരം കേസുകളിൽ പ്രധാനമായും മാധ്യമ പ്രവർത്തകർ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഇടപെടുന്നൊരു വിഷയം കൂടിയാണ്. നാട്ടിലെ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള ആളുകളടക്കം പലപ്പോഴും ഇത്തരം കേസുകളിലെ കുറ്റവാളികളായി വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആളുകളടക്കം ഇതുപോലുള്ള കേസുകളിൽ കുറ്റവാളികളാകുമ്പോൾ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ള പോക്സോ നിയമത്തിൻ്റെ കർശനമായ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഇവരുടെ പേരോ അവരുമായി ബന്ധപ്പെടുന്ന അവരുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യവും ഒരു കാരണവശാലും പരസ്യപ്പെടാൻ പാടില്ല എന്നതും ഈ പോക്സോ നിയമത്തിനകത്ത് വളരെ കൃത്യമായി പ്രതിപാദിച്ച് തന്നെയാണ് പോകുന്നത്. അത്രയും ഗൗരവത്തോடு തന്നെയാണ് ഇതിൽ ഇരയാക്കപ്പെടുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ അവർ അവഹേളിതരാവാതിരിക്കാൻ, അപമാനിക്കപ്പെടാതിരിക്കാൻ ഈ നിയമം അവർക്ക് വേണ്ട സംരക്ഷണവും കോടതിയും മാധ്യമങ്ങളും അടക്കം ആ രീതിയിൽ തന്നെ കണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത് പോക്സോ നിയമത്തിൻ്റെ നിലവിലുള്ള കൺവിക്ഷൻ റേറ്റിനെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്നുള്ളൊരു ആക്ഷേപമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫൈൻഡിങ്ങോ പൊതുവെ ഇപ്പോൾ നിലവിലുണ്ട്. അതിനിടയായ ഒരു സാഹചര്യം, ഈ ഒരു നിയമം വളരെ ശക്തമായി വന്നതോടുകൂടി തന്നെ പല ആളുകളും തങ്ങളുടെ വ്യക്തിവിരോധങ്ങൾ തീർക്കാൻ തങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ, അത് 18 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അയൽവാസികളുമായി അതിരുതർക്കമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവാം, അങ്ങനെ പല 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 വ്യക്തിപരമായ പ്രശ്നങ്ങളിലും ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേതൊരു നിൽക്കുന്ന ആളുകൾ ഇതിലെ പ്രതികളായി വരുന്ന ആളുകളെ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള ശിക്ഷകളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ പോക്സോയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത്തരം കേസുകളിലാണ് പലപ്പോഴും കൺവിക്ഷൻ എന്ന രീതിയിലേക്ക് കോടതിക്ക് പോകേണ്ടി വരിക. അങ്ങനെ ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ വിചാരണ നടത്തി കേസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ അന്വേഷിച്ച് വരുമ്പോൾ ഇത് മറ്റെന്തോ വിഷയത്തിൻ്റെ ഭാഗമാണെന്ന് ബോധ്യപ്പെട്ട് ഭൂരിഭാഗം കേസുകളും ഇപ്പോൾ കൺവിക്ഷൻ ചെയ്യാതെ പിന്നെ വെറുതെ വിടുന്ന സ്ഥിതിയിലേക്ക്, അക്യൂറ്റ് ചെയ്തു പോകുന്ന സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പോക്സോ കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗത വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുറ്റസ്ഥാപനം കുറവാണ് എന്നതാണ് ഈ നിയമം നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം. പലപ്പോഴും കുറ്റാരോപിതരോ പ്രതികളോ വേണ്ടപ്പെട്ടവർ ആണെന്നുള്ളതും ചില സാഹചര്യങ്ങളിലെങ്കിലും കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നുമുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഇരയാക്കപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് പല സംവിധാനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്, രാജ്യത്താകമാനമുണ്ട്. അതിൽ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റികൾ, അതുപോലെ ചൈൽഡ് ലൈൻ, അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ദിശ പോലുള്ള സംഘടനകൾ, ഇവർക്ക് ചിലപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തുനിന്നാവാം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാവേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുവാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അവരുടെ പുനരധിവാസത്തിന് വേണ്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന്
കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ പലപ്പോഴും ചിലപ്പോൾ ഏറ്റവും ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കളാവാം, അല്ലെങ്കിൽ അധ്യാപകരുടെ സ്കൂളുകളിലെ അല്ലെങ്കിൽ അവരുടെ പഠിക്കുന്ന മറ്റ് അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നാവാം. ഇതെല്ലാം ഒരുപക്ഷെ കുട്ടികൾ ആരോടെങ്കിലും പങ്കുവെച്ച് ഈ പറയുന്ന അതോറിറ്റി അറിഞ്ഞാൽ പോലും ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ക്രെഡിബിലിറ്റിയെ ഭയന്ന്, ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ഭയന്ന്, വീട്ടിലാണെങ്കിൽ അവരുടെ ഫാമിലിയുടെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷവും കൂടി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇത് വർദ്ധിക്കുന്നതിന്, ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കുറ്റവാളികളെ പോകുന്നതിന് പ്രാഥമിക സാഹചര്യത്തിൽ തന്നെ തടയപ്പെടുന്നതിനാൽ, വേണ്ട രീതിയിലേക്ക് ഇത് പുറത്തേക്ക് അറിയിക്കാതെ പോകുന്നതിനാൽ ഇത്തരത്തിലുള്ള ഒളിച്ചും പതുങ്ങിയും നിൽക്കുന്ന കുറ്റവാളികൾ സുഖിച്ച് അവരുടെ അത്തരത്തിലുള്ള വേലകൾ തുടർന്നു പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് കുട്ടികളെ സംബന്ധിച്ച് അവരെ ഏത് രീതിയിലാണ് പോകുന്നത്, അവരുടെ സൗഹൃദങ്ങൾ എന്തൊക്കെയാണ്, അവരെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു അപ്ഡേഷൻ പേരൻസിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം പേരൻസിന് ഉണ്ടാവണം. അതുണ്ടാവുന്നില്ല. രക്ഷിതാക്കൾ അവരുടേതായ ലോകത്താണ് പണം സമ്പാദിക്കാനും കുട്ടികളെ വേറെ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവരുടെ സ്വകാര്യമായ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് കുട്ടികളുടെ വ്യക്തിപരമായ പഠിച്ച് A+ വാങ്ങണമെന്ന് വെല്ലം പിടിക്കുന്നത് പോലെ അവരുടെ വ്യക്തിത്വ വികാസത്തെ, അവരുടെ ജീവിതത്തെ, അവരിൽ ഏൽക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളെ, പ്രശ്നങ്ങളെ മനസ്സിലാക്കി ചോദിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആ തരത്തിൽ ആത്മാർത്ഥമായ ഇടപെടൽ പള്ളിക്കൂടങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളൊരു ആശങ്കയും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മളുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്നത്. അത് ഗൗരവമായി ചർച്ച ചെയ്യുകയും ആ തരത്തിൽ ആത്മപരിശോധന നടത്തി പരിഹരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പോക്സോ ആണെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണെങ്കിൽ പോലും അയവ് വരുത്തുവാൻ നമ്മുടെ നാട്ടിൽ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപന രംഗത്തേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മുൻപിൽ വരുന്ന ഒരു കുട്ടി അതിക്രമത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വിവരം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെയും രക്ഷിതാക്കളെയും പോസ്കോ നിയമത്തെപ്പറ്റി ബോധവാന്മാരാക്കുക. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാം.